നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഗോത്രപിതാക്കന്മാരെക്കുറിച്ച്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അടിയിൽ എന്നൊക്കെയാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിലൂടെയാണ് യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം താൻ വേർതിരിക്കപ്പെട്ട ഒരു ജനതയെ കണ്ടെത്തുന്നത്. യഹൂദ ജനതയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അബ്രഹാമിലൂടെ ഒരു യാത്ര ആരംഭിക്കുക. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെട്ട ഈ അബ്രഹാമിന് ഏറിയ കാലമായിട്ടും ഒരു സന്തതിയെ ദൈവം ഇല്ല എന്നുള്ളത് വേദപുസ്തകം നമ്മൾ വായിക്കുന്നു. വാർദ്ധക്യത്തിലായിട്ടും ഒരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാറായിൽ നിന്ന് വാർദ്ധക്യത്തിലൊരു പുത്രനെ ജനിക്കുന്നുണ്ട്. ആ മകൻ്റെ പേരാണ് ഇസഹാക്ക് എന്ന് പറയുന്നത്. ഇസഹാക്ക് ജനിച്ച് ഒരല്പകാലം കഴിഞ്ഞ് ഏതാണ്ട് 5 വയസ്സോളം ഉണ്ടെന്ന് വെച്ചു. ആ മകനെക്കുറിച്ച് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ മകനായ ഇസഹാക്കിനെ വാർദ്ധക്യത്തിലാണ് ലഭിച്ചതെന്നൊക്കെ ശരിയാണ്, അവനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിൽ യഹോവയായ ദൈവം വർഷങ്ങൾക്ക് ശേഷം 90-99 വയസ്സായപ്പോൾ നൽകിയ ഒരു മകനെ ഇനി കൊണ്ട് യാഗപീഠത്തിൽ വെക്കണമെന്ന് പറയുമ്പോൾ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അവൻ വിചാരിച്ചിട്ടാണ് ഈ മകനെ നൽകിയതെങ്കിൽ ഈ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ടെന്ന് അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം എന്തായാലും തീരുമാനിച്ചു, എന്തുകൊണ്ടാകാം ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഇതിനൊരു ഉത്തരം കണ്ടെത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. വാർദ്ധക്യത്തിൽ നൽകിയ മകനെ ഏതാണ്ട് ഒരല്പകാലം വളർത്തിയപ്പോൾ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താ? ഒരു കാര്യം നമ്മൾ അതിൽ മനസ്സിലാക്കണം. അബ്രഹാം എപ്പോഴും ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനാപൂർവ്വം ജീവിച്ച മനുഷ്യനാണ്. യഹോവയെ ആരാധിച്ചുകൊണ്ട് എപ്പോഴും ജീവിച്ചു. പക്ഷേ ഈ മകനെ നൽകിയതോടുകൂടി ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ആഴം അബ്രഹാമിൽ കുറഞ്ഞു, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് ദൈവത്തിന് മനസ്സിലായി. അബ്രഹാമിനോട് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അപേക്ഷ, ദൈവത്തോടുള്ള പ്രാർത്ഥന കുറയുന്നതിൻ്റെ കാരണം വാർദ്ധക്യത്തിൽ നൽകിയ മകനാണെന്ന് അബ്രഹാമിന് ബോധ്യപ്പെട്ടു. യഹോവയ്ക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് അബ്രഹാമിനോട് പറയുന്നില്ല. പക്ഷെ അവൻ കണ്ടെത്തുന്നു, എൻ്റെ പ്രാർത്ഥനാ ജീവിതവും എൻ്റെ ആത്മീക ജീവിതവും ഈ മകൻ ലഭിച്ചതോടുകൂടി യഹോവയോടുള്ളത് അപ്രകാരമില്ല എന്നൊരു തോന്നൽ അബ്രഹാമിൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് നിൻ്റെ മകനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ മോറിയ മലയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ അബ്രഹാം ആഗ്രഹിക്കുന്നു. അബ്രഹാം ഇങ്ങനെ പോയപ്പോൾ സാധാരണ ബലികളെല്ലാം നടത്തുന്ന വേദപുസ്തകം പറയുന്നത് ഒരല്പ ദൂരത്തിൽ എന്നും തൻ്റെ മകനായ ഇസഹാക്കിനെ കൊണ്ടുപോകുന്ന അടുത്തെവിടെയോ അവിടെ പോയി യാഗപീഠത്തിൽ വെക്കുന്ന, അവിടെ ഒരു ആടിനെ വെക്കുന്ന, ബലിയർപ്പിക്കുന്ന രീതി ഇസഹാക്കിനും അറിയാം. പക്ഷെ ഇന്നേ ദിവസം ദൈവം പറഞ്ഞു 3 ദിവസം മാറ്റമുള്ള ഒരു സ്ഥലത്തേക്ക്, 3 ദിവസത്തെ യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞു. അങ്ങനെ മോറിയ മലയിലേക്ക് പോകുന്ന ഒരു ചിത്രം നമുക്കുണ്ട്. പക്ഷെ മോറിയ മലയിലേക്ക് പോകുന്നതിനിടയിൽ അബ്രഹാമിൻ്റെ മനസ്സിൽ തൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹവും പ്രാർത്ഥനയും യഹോവയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ സംഭവമാണ് ഉണ്ടാകുന്നത്. ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ മകനെ കിടത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് പറയുകയാണ്, ബാലൻ്റെ മേൽ കൈവെക്കരുത്. നിൻ്റെ സ്നേഹം യഹോവയോടുള്ളത് തിരിച്ചു വന്നുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിൻ്റെ മകനെ നൽകുന്നതിന് തക്കവണ്ണം നിൻ്റെ മനസ്സ് വളർന്നു എന്നുള്ള വലിയ അറിവിലേക്ക് അബ്രഹാം എത്തിച്ചേർന്നുവെന്ന് യഹോവയ്ക്ക് തോന്നിയപ്പോൾ യഹോവ ആ മകനെ വിടുവിക്കുന്നു. ഈ വേദഭാഗം നമ്മളോട് പറയുന്ന അറിവ് ഇത്ര മാത്രമേ ഉള്ളൂ. അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം മകനെ ലഭിച്ചപ്പോൾ ഇന്നലകളിൽ വരെയുള്ള ആരാധനയും പ്രാർത്ഥനയും ദൈവസ്നേഹവും അബ്രഹാമിന് കുറഞ്ഞുവെന്ന് വന്നപ്പോൾ മോറിയ മലയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ അബ്രഹാമിൻ്റെ മനസ്സിൽ ഈ മകനോടുള്ള സ്നേഹം കുറഞ്ഞു. അവൻ മരിച്ചാലും എന്നുള്ള ചിന്തയിലേക്ക് വന്നു. എൻ്റെ യഹോവയാണ് എനിക്ക് വലുതെന്ന തോന്നലിലേക്ക് അബ്രഹാം വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സംഭവമാണ് ഉണ്ടാകുന്നത്. ആ സംഭവം മറ്റൊന്നുമല്ല, മോറിയ മലയിൽ ആ മകനെ വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവം നൽകിക്കഴിയുമ്പോൾ ദൈവത്തോടുള്ള ആ സ്നേഹത്തേക്കാൾ, ദൈവത്തോടുള്ള ആരാധനയേക്കാൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനയേക്കാൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മുടെ ആരാധനകളും ആത്മീക ജീവിതവും കുറയുന്നെങ്കിൽ നാം ഒന്ന് തിരിച്ചറിയുക. അബ്രഹാമിനോട് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ചിലതിനെയൊക്കെ ദൈവം എടുത്തുകൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നാം ദൈവത്തെക്കാൾ ഏറിയതായി സ്നേഹിക്കുന്നവയാകാം. അതുകൊണ്ട് നമ്മളും ഒന്ന് തിരിച്ചു ചിന്തിക്കാം, എൻ്റെ ദൈവത്തെക്കാൾ അധികം ഞാൻ ഒന്നിനെ സ്നേഹിക്കുകയില്ല. ആ സ്നേഹമല്ല വലുത്, ദൈവസ്നേഹമാകട്ടെ
നമ്മുടെ ആത്മീക വളർച്ച.